താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. IUPACന്റെ 1900 ദിവസത്തെ പ്രത്യേക പരിപാടിയാണ്. ആ പരിപാടി ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് ഒരു നിമിഷത്തെ മൗന പ്രാർത്ഥന. നന്ദി. ഔപചാരികമായിട്ട് സ്വാഗതം ആശംസിക്കുന്നതിനായിട്ട് IUPACന്റെ മുൻനിരയിലുള്ള വക്താവായ ഫരീദ് ബാബഖാൻ സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സാർ അൺമ്യൂട്ട് ചെയ്യണേ. സാർ അൺമ്യൂട്ട് ചെയ്യണേ. ഓക്കെ, കേൾക്കാം. കേൾക്കാം സാർ, കേൾക്കാം. ഓക്കെ. ബഹുമാന്യരെ നമസ്കാരം. ഹോമിയോപ്പതിയുടെ പ്രകാശം ലോകമെമ്പാടും പകർത്താനുള്ള IFPHന്റെ മഹത്തായ ദൗത്യത്തിൻ്റെ 1900 ദിവസത്തെ ഈ പ്രചോദന നിമിഷത്തിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യാൻ വളരെയധികം സന്തോഷമുണ്ട്. ഇതൊരു തീയതി മാത്രമല്ല, ഒരു പ്രസ്ഥാനത്തിൻ്റെ ഉജ്ജ്വലമായ യാത്രയുടെ അടയാളം കൂടിയാണ്. ഹൃദയം നിറഞ്ഞ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്ക് ഒരുമിച്ച് ഈ യാത്രയെ തിരിഞ്ഞു നോക്കാനും അതിൻ്റെ നേട്ടങ്ങളെ ആഘോഷിക്കാനും ഭാവിയിലെ ദിശകളും ദൃശ്യങ്ങളും പുതുക്കാനും അവസരം ലഭിക്കുന്നു. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ എല്ലാമായ ഇസ്മായിൽ സൈഡ് സാറാണ് അധ്യക്ഷൻ. അദ്ദേഹത്തിന് പരിചയപ്പെടുത്തേണ്ട ഒരു കാര്യവുമില്ല. ഈ നമ്മുടെ ടീമിൻ്റെ ക്യാപ്റ്റനാണ്. അദ്ദേഹം ആണ് നമ്മുടെ അധ്യക്ഷൻ. അദ്ദേഹത്തിന് ഹൃദയംഗമായ സ്വാഗതം ആശംസിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ഉദ്ഘാടകൻ വളരെ പ്രസിദ്ധനായ ഒരു വ്യക്തിത്വമാണ്, ഇഗ്നേഷ്യസ് കോൾജിയസ്. അദ്ദേഹം ഒരു റെപ്യൂട്ടഡ് സീനിയർ ജേർണലിസ്റ്റും മീഡിയ ട്രെയിനറുമാണ്. മനോരമയിലെ ഏതാണ്ട് 28 വർഷക്കാലം പല നിലകളിൽ പ്രവർത്തിക്കുകയും പ്രശസ്തനാകുകയും ചെയ്ത ഒരു വ്യക്തിത്വമാണ്. ഇന്നത്തെ ഉദ്ഘാടനത്തിന് ഏറ്റവും അനുയോജ്യനായ വ്യക്തിയാണെന്നുള്ളതിന് ആർക്കും ഒരു സംശയവുമില്ല. മനോരമ സ്കൂൾ ഓഫ് കമ്മ്യൂണിക്കേഷൻസിലെ പ്രൊഫസറും കോഴ്സ് കോർഡിനേറ്ററുമായിരുന്നു അദ്ദേഹം. ഒരു എഴുത്തുകാരനാണ്. ധാരാളം പുസ്തകങ്ങൾ ഇംഗ്ലീഷും മലയാളത്തിലും എഴുതിയിട്ടുണ്ട്. നാഷണൽ അവാർഡുകൾ, ഇൻ്റർനാഷണൽ അവാർഡുകളൊക്കെ കരസ്ഥമാക്കിയ വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന് എല്ലാവരുടെയും പേരിൽ ഹൃദയംഗമായ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. പിന്നെ നമ്മുടെ ഡോക്ടർ ധർമ്മരാജ്, അദ്ദേഹം ഒരു പീഡിയാട്രീഷ്യനാണ്, കൺസൾട്ടൻറ്റ് ഇൻ ഗവൺമെൻറ് ഹോസ്പിറ്റൽ നെയ്യാറ്റിൻകര. അദ്ദേഹം സന്നിധനായിട്ടുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹം നമ്മുടെ ഭാവി പ്രവർത്തനങ്ങളെക്കുറിച്ച് ശരിയായ രീതിയിൽ അവലോകനം ചെയ്ത ഒരു വ്യക്തിത്വം കൂടിയാണ്. അദ്ദേഹം നമ്മുടെ ഇന്നത്തെ സെഷനിൽ നല്ല രീതിയിലൊരു പ്രസൻറ്റേഷൻ ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അദ്ദേഹത്തിന് എല്ലാവരുടെയും പേരിൽ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. ഡോക്ടർ നാസി മെഡിക്കൽ ഓഫീസർ, ഹോമിയോ മെഡിക്കൽ ഓഫീസറാണ്. കൊല്ലത്ത് ഭരണഭാഷാ സേവന പുരസ്കാരം 2025 ഗ്രൂപ്പ് ബിയിൽ 2ാം സ്ഥാനം ലഭിച്ചിട്ടുണ്ട്. അപ്പം ഭരണഭാഷയിൽ വളരെ നൈപുണ്യമുള്ള ഒരു ഡോക്ടറാണ്. സാധാരണ ഡോക്ടർമാരെ ഭാഷയിൽ വലിയ നൈപുണ്യം കാണുകയില്ലെങ്കിലും ഇത് നമുക്ക് ഒരു വേറിട്ട വ്യക്തിത്വം തന്നെയാണ്. ഡോക്ടർ നാസിക്ക് എല്ലാവരുടെയും പേരിൽ സ്വാഗതം ആശംസിക്കുവാൻ വളരെ സന്തോഷമുണ്ട്. പിന്നെ നമ്മുടെ തന്നെ ടീമിലെ പലേരി സാറ്, അധ്യാപകൻ, ഒരു മാതൃകാ അധ്യാപകനാണ്. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഏത് കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായി പഠിച്ചതിന് ശേഷം മാത്രം സംസാരിക്കുകയും വളരെ വ്യക്തതയോടുകൂടി കാര്യങ്ങൾ പറയുകയും ചെയ്യുന്ന ഒരു അധ്യാപകനാണ്. സ്റ്റേറ്റ് അവാർഡുകൾ, സംസ്ഥാന ഗണിത റോഡ്സ് പേഴ്സൺ കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് അധ്യാപക അവാർഡ് ലഭിച്ചിട്ടുണ്ട്. കൂടുതലായിട്ട് പരിചയപ്പെടുത്തേണ്ട ഒരു വ്യക്തിത്വവുമല്ല അദ്ദേഹം. നമ്മുടെ കൂടെ ഏത് സമയത്തും IFPHയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വം കൂടെയാണ്. അദ്ദേഹത്തിന് എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിക്കുവാൻ വളരെ സന്തോഷമുണ്ട്. പിന്നെ നമ്മുടെ ഡോക്ടർ ശൈല ആൻഡ് ഡോക്ടർ മനോജ്, രണ്ടുപേരും നമ്മുടെ ടീമിൻ്റെ നടുനായകത്വം വഹിക്കുന്ന ആൾക്കാരാണ് തന്നെയാണ്. ഇത് പ്രത്യേകമായി പരിചയപ്പെടുത്തേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിന് പ്രശംസയും അതോടൊപ്പം തന്നെ സ്വാഗതവും ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. താങ്ക് യു വെരി മച്ച്. നന്ദി സാർ. വളരെ കൃത്യമായിട്ടുള്ള വാക്കുകളിലൂടെ അങ്ങയുടെ കൃത്യം നിർവഹിച്ചു.
ഫരീദ് സാർ മുൻ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെന്റിന്റെ അഡീഷണൽ കമ്മീഷണറാണ്. ഇപ്പോൾ ഗുജറാത്തിലായിരുന്നു, പ്രത്യേകിച്ച് ഒരു യൂണിവേഴ്സിറ്റി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തുമാത്രം ബൃഹത്തായ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് എന്ന് നമുക്ക് മനസ്സിലാകും. വളരെ നന്ദി സാർ. അപ്പോൾ ഇനി അധ്യക്ഷ പ്രസംഗമാണ്. അധ്യക്ഷ പ്രസംഗത്തിനായിട്ട് ആദരണീയനായ ഇസ്മായിൽ സാർ സംസാരിക്കും. സാർ. പ്രസംഗം അതെ സാർ. കഴിഞ്ഞ ഹിന്ദി സെക്ഷനിൽ ഇംഗ്ലീഷ് സെക്ഷനിൽ വളരെയധികം ആളുകൾ ചോദിച്ചു വന്നിരുന്നു. നമ്മുടെ വെസ്റ്റേൺ ഇപ്പോൾ കുറച്ച് കുറഞ്ഞു പോയി, കുറഞ്ഞിട്ട് പിന്നെ കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? കുറഞ്ഞു പോയിട്ട് പിന്നെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. മലയാളമായതുകൊണ്ട് കേൾക്കാൻ സുഖമുള്ളതായതുകൊണ്ടായിരിക്കും കുറഞ്ഞിട്ട് പിന്നെ കൂടുന്നത്. അത് നല്ല കാര്യം. നമ്മുടെ ഒരു അഭിമാനത്തോടെ നമുക്ക് പറയാൻ പറ്റും, 1900 അൺഇൻറ്ററപ്റ്റഡ് സെമിനാർ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മറ്റാർക്കും സ്വന്തമായി പറയാനില്ലാത്ത ഒരു ഒരു നേട്ടമാണ് നമ്മൾ കരുതിവെച്ചിരിക്കുന്നത്. ലോകത്ത് ഒരാൾക്കും പറയാൻ പറ്റില്ല. ഞാൻ അന്വേഷിച്ച് നോക്കി, ലോകത്ത് എവിടെയില്ല ഇത്രയും ഒരു ദിവസം പോലും മുടങ്ങാതെ 1900 വെബിനാർ നടത്തിയവര് 1000 പോലും ഇല്ല, 1000 താഴെയും ഇല്ല. 1900 നമ്മൾ നടത്തി എന്ന് പറയുമ്പോൾ നമ്മുടെ ഹോമിയോപ്പതി വഴിയുള്ള പ്രതിബദ്ധത വളരെ അധികമാണെന്ന് മനസ്സിലാക്കുന്നത്. ഹോമിയോപ്പതി എന്താണെന്ന് നമുക്കുള്ള അഭിമാനം അവിടെ നമ്മൾ ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്യുന്നത്. എന്നും പൊതുമാപ്പിളയായിട്ട് വരാറുള്ള നമ്മൾ ഷാജി കുര്യാട്ട്, ഐ എം റെഡി ടു എവറിത്തിങ്, ഐ എം റെഡി ടു, ഞാൻ പറയുന്നില്ല. അദ്ദേഹം വളരെ ഊഷ്മളമായിട്ടിരിക്കുകയാണ്. നല്ല ചിരിയോടുകൂടി നമ്മളെല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചു കൊണ്ടുവരിക്കുന്നത് എൻ്റെ ഭാരതത്തിന് ഒരു താങ്ങായി, എൻ്റെ ഭാരതത്തിൻ്റെ ഒരു 75% ചുമക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ കാണുന്നത്. ഞാൻ എപ്പോഴും വിളിച്ചു പറഞ്ഞാലും എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറിയിട്ടുണ്ട്. എൻ്റെ അനുജന തുല്യമാണ്, സഹോദരൻ തുല്യമാണ് അദ്ദേഹം. അതുകൊണ്ട് എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. അധ്യക്ഷ പ്രസംഗത്തിൽ കൂടുതൽ പറഞ്ഞാൽ പലർക്കും പറയാനുള്ള അവസരം നീണ്ടുപോകും, കുറഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. എല്ലാവിധ മലയാളം നിങ്ങളിൽ നിന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളെന്ന് വെച്ചാൽ എല്ലാ ഹോമിയോപ്പതി വ്യക്തികളോടും, ഹോമിയോപ്പതി സ്റ്റുഡൻസിനോടും, ഹോമിയോപ്പതി ലവേഴ്സിനോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ അകമഴിഞ്ഞ പ്രാർത്ഥന, അകമഴിഞ്ഞ നന്ദി ഈ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാവണം എന്നാണ്. കാരണം ഇത്രത്തോളം ഒരു വ്യത്യസ്തമായ ഒരു പ്ലാറ്റ്ഫോം വേറെ ലോകത്ത് എവിടെയും ഞാൻ കണ്ടിട്ടില്ല. അതിന് നമ്മൾ നിലനിർത്തി കൊണ്ടുപോകേണ്ട ഒരു ആവശ്യം നമുക്കിനി ഉണ്ട്. ഇനി വിട്ടിട്ട് പോകാൻ പറ്റില്ല. 1900 കഴിഞ്ഞു, ഇനി നമുക്ക് വിട്ടിട്ട് പോകാൻ പറ്റില്ല. ഇത് 2000 3000 അങ്ങനെ പോകണം. നമ്മളെല്ലാവരും ആഴ്ചയുള്ള കാലം നമ്മൾ ഈ ജൂനിയേഴ്സ് കൈ കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിയിൽ മുന്നോട്ട് പോകണമെന്നാണ് എൻ്റെ അതിയായ ആഗ്രഹം. അതിന് തമ്പുരാൻ നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ അധ്യക്ഷ പ്രസംഗം നിർത്തുന്നു. നമസ്കാരം. വളരെ സാർ, അങ്ങ് പറഞ്ഞ അക്കിത്തം 20ാം നൂറ്റാണ്ട് ഇതിഹാസം എന്ന് പറഞ്ഞ 21ാം നൂറ്റാണ്ടിൽ ഇതിഹാസമായിട്ട് IFPHന്റെ ഈ ശ്രമം മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഉദ്ഘാടന പ്രസംഗത്തിനായിട്ട് ശ്രീ ഇഗ്നേഷ്യസ് ഗോൺസാളസ് സാറിനെ ക്ഷണിക്കുന്നു. സാർ പ്ലീസ്. IFPH പ്രസ്ഥാനത്തിന്റെയും ഈ വെബിനാറിന്റെയും സമാദരണീയനായ അധ്യക്ഷൻ ഡോക്ടർ ഇസ്മായിൽ സേഠ്, അതുപോലെ തന്നെ ഇതിന്റെ മോഡറേറ്ററായിട്ട് സേവനമനുഷ്ഠിക്കുന്ന ഡോക്ടർ മനോജ് GS, ശ്രീ ഫരീദ് ബാവ ഖാൻ, ഡോക്ടർ ധർമ്മജൻ, ഡോക്ടർ നസിയ, ശ്രീ കൃഷ്ണദാസ് പലേരി, അതുപോലെ വേദിയിലുള്ള മറ്റു ആദരണീയ വ്യക്തിത്വങ്ങളെ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ വെബിനാറിൽ പങ്കുചേരുന്ന ഹോമിയോ ഡോക്ടർമാരെ, ഹോമിയോ വിദ്യാർത്ഥികളെ, ഹോമിയോ എന്ന ചികിത്സാവിധിയുടെ വിശ്വാസികളെ, തീർച്ചയായിട്ടും വലിയ സന്തോഷത്തിലാണ് നമ്മളെല്ലാവരും. ഞാനാണെങ്കിൽ അങ്ങേയറ്റം അവിശ്വസനീയതയുടെ ഒരു പടിവാതിൽക്കലുമാണ് നിൽക്കുന്നത്. കാരണം ഇവിടെ സൂചിപ്പിച്ചതുപോലെ കണ്ണി മുറിയാത്ത ഒരു ചങ്ങല
പോലെ അഖണ്ഡമായി 1900 വെബിനാറുകൾ സംഘടിപ്പിച്ച ഒരുപക്ഷെ ലോകത്തിലെ ഒരേ ഒരു പ്രസ്ഥാനം നിങ്ങളുടേതാണ് എന്നുള്ളതാണ്. ആദ്യമേ അതുകൊണ്ട് ആ സന്തോഷത്തിലും അഭിമാനത്തിലും പങ്കുചേരുകയും നിങ്ങളെ ഓരോരുത്തരെയും ഹാർദവമായി അഭിനന്ദിക്കുകയും ചെയ്യുകയാണ്. എനിക്ക് ഇങ്ങനെയൊരു സൗഭാഗ്യം നിങ്ങൾ ഒരുപക്ഷെ എന്തടിസ്ഥാനത്തിലാണ് എനിക്ക് ഈ വേദിയിൽ ഇങ്ങനെ ഒരു റോള് നിങ്ങൾ അനുവദിച്ചു തന്നത് എന്ന് ഞാൻ പലവട്ടം ആലോചിക്കുകയുണ്ടായി. ഒരുപക്ഷെ ഹോമിയോ ചികിത്സയുടെ ഒരു ഗുണഭോക്താവാണ് ഞാൻ എന്നതും അത് എവിടെയും വിളിച്ചു പറയാൻ എനിക്ക് മടിയില്ല എന്നുള്ളതും ആവാം അതിന് ഒരു കാരണം എന്ന് ഞാൻ ഊഹിക്കുന്നു. പിന്നീട് മുമ്പൊരിക്കൽ നിങ്ങളുടെ ഈ വെബിനാറിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചപ്പോൾ ഞാൻ അതന്ന് ചൂണ്ടിക്കാണിച്ചതാണ്. എൻ്റെ കുടുംബത്തിൽ വലിയ മുന്തിയ അലോപ്പതി ഡോക്ടർമാരുമുണ്ട്, എൻ്റെ ബന്ധുക്കളായി ഹോമിയോ ഡോക്ടർമാരുമുണ്ട്. അപ്പൊ അതുകൊണ്ട് വലത് കൈയാണോ ഇടത് കൈയാണോ വലുത് നല്ലത്, അല്ലെങ്കിൽ വലത്തെ കണ്ണാണോ ഇടത്തെ കണ്ണാണോ നല്ലത് അനിവാര്യമായത് എന്ന് ചോദിച്ചാൽ എന്നെ പോലുള്ള ആളുകൾ അല്പം ബുദ്ധിമുട്ടിപ്പോകും. പക്ഷേ പല അപ്രിയ സത്യങ്ങളും അല്ലെങ്കിൽ പല അർദ്ധസത്യങ്ങളും പല ദുർവ്യാഖ്യാനങ്ങളും ഹോമിയോയെ ചുറ്റിപ്പറ്റി നിന്നിരുന്ന ഒരു ദുർഘടാവസ്ഥയിൽ നിന്ന് ഈ ചികിത്സാവിധി ഇന്ന് ആഗോളതലത്തിൽ തന്നെ കരകയറുകയും ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളിൽ അതിന് ഔപചാരികതയുടെ അടിവര പോലും ലഭിക്കുകയും ചെയ്തിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുക. ഈ നവംബർ മാസത്തിലാണല്ലോ നമ്മൾ. ഈ നവംബറിൽ ചില ലോകചരിത്രത്തിൽ ചില വലിയ സംഭവ വികാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ എൻ്റെ ഓർമ്മയിൽ വരുന്നത് 1989 നവംബർ 8 ബെർലിൻ മതിൽ വീണത്. ബെർലിൻ മതിൽ ഒരു പ്രതീകമാണ്. ഞാൻ ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാൻ ആ രംഗത്തിന് സാക്ഷ്യം വഹിച്ചയാളാണ്. അതും ഒരു തമാശയാണ്. ഞാൻ അന്ന് വേറൊരു VVIPയെ അഭിമുഖം ചെയ്യാൻ ആയിട്ട് അവസരം ലഭിച്ചതിൻ്റെ പേരിൽ ഞാൻ ജർമ്മനിയിൽ നിന്ന് ഇറ്റലിയിലേക്ക് സഞ്ചരിക്കേണ്ട ഒരു ദിവസമാണ്. ഈ മതിൽ തല്ലിപ്പൊളിക്കാൻ വലിയ പുരുഷാരം വരുന്നു, പട്ടാളമൊക്കെ അവരോടൊപ്പം ചേർന്നു എന്നൊക്കെയുള്ള വാർത്തകൾ കേട്ടു. അപ്പം ഞാൻ പെട്ടെന്ന് എന്നോട് തന്നെ ചോദിച്ചു, ഈ വലിയ മനുഷ്യൻ, ഞാൻ കാണാൻ പോകേണ്ട ആ വലിയ മനുഷ്യൻ, അങ്ങേര് ചിലപ്പോൾ അടുത്തൊന്നും അദ്ദേഹം ഉടയതമ്പുരാൻ വിളിച്ചില്ല എങ്കിൽ അദ്ദേഹം അവിടെ ഉണ്ടാവും, പക്ഷെ ബെർലിൻ മതിൽ ഉണ്ടാവില്ല, അതിന് സാക്ഷ്യം വഹിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരിക്കൽ മാത്രമേ ബെർലിൻ മതിൽ തകരുള്ളൂ. അങ്ങനെ ഞാൻ ബെർലിൻ മതിലിൻ്റെ അടുത്തേക്കാണ് പോയത്. അത് ഞാൻ ജീവിതത്തിലെടുത്ത ഏറ്റവും പ്രൊഫഷണലി കറക്റ്റ് ഡിസിഷൻ എന്ന് ഞാൻ കരുതുന്ന ഒരു കാര്യമാണ്. അപ്പം ഞാനിവിടെ പറഞ്ഞത് ബെർലിൻ മതിലിൻ്റെ രാഷ്ട്രീയം വിടുക. ബെർലിൻ മതിൽ അസത്യങ്ങളെയും കള്ളപ്രചാരണങ്ങളെയും ഒക്കെ സിംബലൈസ് ചെയ്യുന്ന ഒരു സാധനമായിരുന്നു, പ്രതീകമായിരുന്നു. അതാണ് വീണുപോയത്. ഞാൻ പറയും, ഈ ഹോമിയോപ്പതിയെ പോലെയുള്ള ചികിത്സാവിധികൾ, ആയുർവേദത്തെ പോലെയുള്ള ചികിത്സാവിധികൾ, ഇതിനെയൊക്കെ സംബന്ധിച്ച് ഒരു തൽപര കക്ഷികൾ വളരെ സ്വാർത്ഥമായ താല്പര്യങ്ങളോടെ എന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല, യാതൊരു തുറവിയുമില്ലാതെ കെട്ടിപ്പൊക്കിയ നുണക്കഥകളും അർദ്ധസത്യങ്ങളും എല്ലാം ഇടിഞ്ഞു വീഴുന്ന ഒരു പരിതോവസ്ഥയിലാണ് നമ്മളിങ്ങനെ ഈ വെബിനാറിൽ ഒത്തുകൂടിയിട്ടിരിക്കുന്നത് എന്ന് ഞാൻ സന്ദർഭവശാൽ ഓർത്തു പോവുകയാണ്. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും 70ഓളം രാജ്യങ്ങളിൽ, ഞാൻ ഇന്നാണ് മനസ്സിലാക്കുന്നത് ഇതിനൊരു ഹിന്ദി എഡിഷനുണ്ട്, ഇതിനൊരു ഇംഗ്ലീഷ് എഡിഷനുണ്ട്, ഇതിനൊരു മലയാളം എഡിഷനും ഉണ്ടെന്ന്. ഒരുപക്ഷെ ഇതിൻ്റെ ഇംഗ്ലീഷ് എഡിഷൻ ഒരുപക്ഷെ ആഗോള തലത്തിൽ തന്നെ ഹോമിയോ ചികിത്സയ്ക്ക് ഇൻറോഡ്സ് ഉണ്ടാക്കുന്നതിന് കരുവാക്കി തീർക്കാവുന്ന ഒരു 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 സാധ്യത ഉൾക്കൊള്ളുന്ന ഒരു കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിലായിരിക്കും ഒരുപക്ഷെ കൂടുതൽ ആളുകളും അണിനിരക്കുക എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും കൊള്ളാം. ഇതിൽ
ഈ ചികിത്സാ വിദ്യയെ സംബന്ധിച്ചിടത്തോളം ഈ കോവിഡ് കാലഘട്ടത്തിന് ശേഷവും അതുപോലെ തന്നെ അത്തരം വെല്ലുവിളികൾ നമ്മൾ നേരിട്ടപ്പോഴൊക്കെ ഇപ്പോൾ ഒരുപക്ഷെ വലിയ ഈ ഞാൻ ചിലപ്പോൾ തമാശക്കെങ്കിലും ഒന്ന് ആലോചിക്കാറുണ്ട്. എനിക്ക് അതിൻ്റെ അത്രമാത്രം ശാസ്ത്രീയമാണ് എൻ്റെ വീക്ഷണമെന്ന് നിങ്ങൾ കാണേണ്ട, എൻ്റെ ഒരു ആഗ്രഹമായിട്ട് കരുതിയാൽ മതി. ഇപ്പോൾ എല്ലാവരും സുല്ലിട്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ പേ വിഷബാധയുടെ കാര്യത്തിൽ. ഒരുമാതിരി എന്താണ് ഇപ്പോൾ വേറെ ചില വ്യാഖ്യാനങ്ങളൊക്കെയാണ് പറയുന്നത്. അത് ശരീരത്തിൻ്റെ മൂക്കിനോ മുഖത്തോ ഒക്കെ ആയപ്പോൾ ഒരു രക്ഷയില്ല, എന്ത് വാക്സിനേഷൻ കൊണ്ടും കാര്യമില്ല എന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്നത്. പണ്ട് അങ്ങനെയല്ല. ഈ വാക്സിനേഷൻ എടുത്തിട്ടുണ്ടോ നിങ്ങൾ യു ആർ സേവ്ഡ് എന്നുള്ളത് 100% ആയിരുന്നു. ഇപ്പോൾ അത് അങ്ങനെയല്ലാതായിരിക്കുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ ഒരു ഒരു ചികിത്സാ വിധികളുടെ അപ്പസ്തോലികത്വം അതിൻ്റെ പൂർണിമയിൽ അട്ടിപ്പേറായി വച്ചിരിക്കുന്ന വിഭാഗങ്ങൾ, അല്ലെങ്കിൽ അങ്ങനെ അവകാശപ്പെടുന്ന വിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം പിന്നെ രോഗമില്ലാത്ത കൈ വെട്ടിക്കളയുക, ക്യാൻസർ ഇല്ല എന്ന് പറയുന്നത് എന്നുള്ള ഇത് വായിച്ചിട്ട് ഉടനെ ശസ്ത്രക്രിയ ചെയ്ത് അരിശം തീർക്കുക, ഈ മാതിരിയൊക്കെയുള്ള വാർത്തകൾ വളരെ നമ്മളെ വിറളി പിടിപ്പിക്കുന്ന, നമ്മളെ വളരെ സംശയാലുക്കളാക്കുന്ന ഒരു അവസ്ഥയും കൂടിയാണ്. അവിടെയും ഞാൻ ദുഃഖിതനാണ്. കാരണം ഏത് ചികിത്സയായാലും നിങ്ങളും സമ്മതിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു, അതിൽ ഉള്ള ആ ഔഷധത്തിലും ആ വിഷുകരനിലും രോഗിക്ക് എത്രമാത്രം വിശ്വാസമുണ്ടോ അത്രമാത്രമേ ഫലിക്കുകയുള്ളൂ എന്നുള്ളത് മനുഷ്യ മനസ്സിൻ്റെ ആ വിസ്മയാവഹമായ അവസ്ഥകളെക്കുറിച്ച് ചെറുതായെങ്കിലും പഠിച്ചിട്ടുള്ളവർക്കറിയാം. അപ്പോൾ ഈ ഒരു ചികിത്സാവിധിക്കും ഇങ്ങനെ വിശ്വാസരാഹിത്യത്തിൻ്റെ പടുകുഴിയിലേക്ക് ആണ്ടുപോകുന്നത് ശരിയല്ല എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. അതുകൊണ്ടാണ് വളരെ ഞാൻ നേരത്തെ ഒരു ശസ്ത്രക്രിയാ വിദഗ്ധൻ ചെയ്ത കാര്യം ഇവിടെ സൂചിപ്പിക്കേണ്ടായി. ഒരുപക്ഷെ അദ്ദേഹത്തെ പിന്തുണച്ചു പോലും ഞാൻ സംസാരിക്കേണ്ടായി. കാരണം ആ വിഭാഗം ഒരു ചികിത്സാവിധിയും അങ്ങനെ അവിശ്വാസത്തിൻ്റെ, കാരണം വിശ്വാസമാണ് എല്ലാം എന്ന് നമ്മൾ തമാശയായിട്ട് മാത്രമല്ല, അത് എല്ലാത്തിൻ്റെയും ഒരു കാതലും കൂടെയാണ്. വിഷുകരനിലുള്ള ആ വിശ്വാസം അത് നമുക്ക് ഈശ്വരനിലുള്ള വിശ്വാസം പോലെയാണ്. അല്ലെങ്കിൽ ഇനി നിരീശ്വരവാദികളാണെങ്കിൽ പോലും അവരും ഒരു തരത്തിൽ അന്ധമായിട്ട് അവരുടെ ആ വിഷുകരനെ വിശ്വസിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കൊളംബിയയിലെ വെനിസ്വേലയിലെ യുഗോ ഷാവേസ് ഒക്കെ വലിയ നിരീശ്വരരായിരുന്നു. പക്ഷെ അവരുടെ വിഷുകരന്റെ മുമ്പിൽ ഒക്കെ അവര് എങ്ങനെയാണ് നിന്നിരുന്നത് എന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വലിയ ഒരു സന്തോഷവും അഭിമാനവും എനിക്ക് ഉണ്ട്. എൻ്റെ കുടുംബത്തിൽ എന്ന് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ കുടുംബത്തിൽ എൻ്റെ മകൻ്റെ ഭാര്യ ഒരു ഹോമിയോ ഡോക്ടറാണ്. അവളുടെ മാതാപിതാക്കളും ഹോമിയോ ഡോക്ടേഴ്സാണ്. ഇപ്പുറത്തും ഉണ്ട് എനിക്ക് ഡോക്ടർമാർ. അപ്പോൾ ഞാൻ ഏതായാലും ഇതിലൊരു പക്ഷം പിടിക്കുന്നില്ല. പക്ഷെ ഒരു ഇൻ്റഗ്രേറ്റഡ് ചികിത്സാ സമ്പ്രദായം അതായിരിക്കും ഈ 21ാം നൂറ്റാണ്ടിലേക്ക് നമ്മുടെ ഒരു സമീപന രേഖ, അല്ലെങ്കിൽ ഒരു സമീപന പാത എന്നാണ് ഞാൻ കരുതുക. എല്ലാ വിജ്ഞാനങ്ങളും അതിൽ ആത്മീയത പോലും ഉൾപ്പെടുത്തേണ്ടി വരും. അതിൽ മനഃശാസ്ത്രവും ആത്മീയതയും പോലും ഉൾപ്പെടുത്തേണ്ടി വരുന്ന ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചിലേക്ക് നമ്മൾ പോകേണ്ടി വരും. അത്രമാത്രം സങ്കീർണമായി കൊണ്ടിരിക്കുകയാണ് മനുഷ്യാവസ്ഥ. രോഗാവസ്ഥയല്ല, മനുഷ്യാവസ്ഥ തന്നെ. AI-യുടെ ഒക്കെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ മനുഷ്യന് ഇനി ഈ AI യുഗത്തിൽ മനുഷ്യന് വരാൻ പോകുന്ന രോഗമേതാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു സ്ഥിതിയാണ്. ഒന്നിനും ഫൈനാലിറ്റി ഇല്ലാത്ത, എല്ലാം റിലേറ്റീവായിട്ടുള്ള, മനുഷ്യന് പിന്നെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ നിർമ്മിത ബുദ്ധി അവന് ആവശ്യമുള്ള എന്തും, ഞാൻ അണ്ടർലൈൻ ചെയ്യാണ്, എന്തും നൽകാൻ ശേഷിയുള്ള ഒരു സ്ഥിതിയിലേക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കെ നമ്മൾ ഈ നമ്മുടെ ചികിത്സാ സമ്പ്രദായങ്ങൾ ആ ഒരു ഇഷ്യൂവിനെ അഡ്രസ്സ് ചെയ്ത് തുടങ്ങിയോ എന്നുള്ളത് ഞാനിപ്പോഴും സംശയിക്കുകയാണ്. ഈ അടുത്തിടക്ക് വായിച്ചു, ഒരു AI നിർമ്മിത മനുഷ്യൻ ഒരു സർക്കാർ സ്ഥാപനത്തിൽ അയാളെ വിട്ടപ്പോൾ അയാള് ഈ AI മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥന് $500 കൈക്കൂലി എടുത്തു കൊടുത്തത്ര. അപ്പോൾ എത്ര മനുഷ്യന്റെ ആ ചിന്തകളെ പോലും സ്വാംശീകരിച്ചു കൊണ്ട്
ഉള്ള ആ ഈ ഒരു ഒരു മനുഷ്യ തുല്യരോ മനുഷ്യനേക്കാൾ വലിയതോ ആയ ഒരു സ്ഥിതി വരുന്ന ഒരു കാലഘട്ടത്തിൽ ഈ പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാമല്ലോ, ഈ ശാസ്ത്രം തന്നെയാണല്ലോ അത്, ഡോപ്പമിൻ അല്ലെങ്കിൽ നമ്മുടെ ബോഡി സെക്രീഷൻസ്, നമ്മുടെ ഗ്ലാൻഡുകൾ, സ്രവങ്ങൾ, ഇതൊക്കെ മനുഷ്യന്റെ ശരീരത്തിന് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ. മനുഷ്യന്റെ മനസ്സിനെയും ബുദ്ധിയെയും തന്നെ കീഴടക്കിക്കൊണ്ട് AI വന്ന് നിൽക്കുകയും മനുഷ്യനെ കീഴടക്കുക എന്ന് പറഞ്ഞാൽ ഓവർവെൽം ചെയ്ത് കളയുക, അങ്ങനെ ആക്കി കളയുന്ന ഒരു സാഹചര്യത്തിൽ AI കാല രോഗങ്ങൾ ഉണ്ടാവില്ലേ? ഇപ്പോൾ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ, ഉദാഹരണത്തിന് 2ാം ലോക മഹായുദ്ധത്തിന്റെ കാലഘട്ടത്തിൽ പിന്നെ ഈ സ്ത്രീകൾക്ക് ഒരു വളരെ ഭീകരമായ തോതിൽ മനോരോഗങ്ങൾ ഉണ്ടായി എന്ന് ഉള്ളത് സ്റ്റാറ്റിസ്റ്റിക്സ് ലഭ്യമാണ്. എന്താണ് അതിന്റെ കാരണം എന്ന് എല്ലാവർക്കും അറിയാം. ഭർത്താവ്, സഹോദരൻ, പിതാവ് ഇവരെ നഷ്ടപ്പെട്ട് കഴിയുന്ന ആ ആരോരുമില്ലാത്ത ഒരവസ്ഥയിൽ ആ 2ാം ലോകത്തിന്റെ ഭീകരാവസ്ഥ, അതാണ് അതിന്റെ കാരണം. ആ സ്റ്റേജുകളിലെല്ലാം അതിനോട് ചേർന്ന രോഗങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് നമുക്ക് പറയുന്നത്. ഇപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തന്നെ പറഞ്ഞാൽ ഈ നമുക്ക് ഒരവസ്ഥ അനുസരിച്ചാണല്ലോ പരിഹാര മാർഗങ്ങൾ ഉണ്ടാവുക. ലോകത്തിൽ ഈ ഹൈ ആൾട്ടിറ്റ്യൂഡ് മെഡിസിനിൽ ഏറ്റവും കൂടുതൽ ഇന്ന് മുൻപന്തിയിൽ നിൽക്കുന്നത് ഇന്ത്യയാണ്. ഹൈ ആൾട്ടിറ്റ്യൂഡ് ഇത് കാരണം എന്താ? നമ്മുടെ പട്ടാളത്തിന്റെ വലിയൊരു വിഭാഗം കാർഗിലിൽ പോയി നിൽക്കാൻ തുടങ്ങിയിട്ട് 10-15 കൊല്ലമായി. അപ്പോ മനുഷ്യൻ 5 മിനിറ്റ് എക്സ്പോസ്ഡ് ആയാൽ രക്തം കട്ടയായി പോവുകയും ഒരു മരക്കട്ട കണക്കെ ചത്ത് മലയ്ക്കുകയും ചെയ്യുന്ന, അതിനൊക്കെ നമ്മൾ പത്രങ്ങളിൽ വീരചരമം എന്നൊക്കെ എഴുതി ആശ്വസിപ്പിച്ചാലും വസ്തുത ഇതാണ്. അപ്പോൾ അങ്ങനെയാണ് ആ അവസ്ഥയിൽ ഈ ഹൈ ആൾട്ടിറ്റ്യൂഡ് മെഡിസിൻ റിസർച്ച്. അപ്പോൾ ഇന്ത്യയുടെ ആ രഹസ്യം എന്തെന്ന് അറിയാനൊക്കെ വലിയ ശ്രമങ്ങൾ പലയിടത്തും നടക്കുന്നുണ്ട്. അതുപോലെ ഈ ഹോമിയോ ചികിത്സാ വിധിയിൽ അന്തർലീനമായിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. ആ അനുഗ്രഹങ്ങൾ മറ്റുള്ളവരെ അറിയിക്കുക. അതിന് ചെലവ് കുറവാണ്, അത് റിസൾട്ട് ഓറിയന്റഡ് ആണ്, അതിന് ഇങ്ങനെ പലതും നമുക്ക് കൃത്യമായി പറയണം. അതിന് കൃത്യമായ ഡോക്യുമെന്റേഷൻ നടക്കണം. ആ ഒരു ഏരിയയിലാണ് നിങ്ങളുടെ സമൂഹം പിന്നോക്കം എന്ന് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ വളരെ കൃത്യമായി ഇപ്പൊ ഈ വെബിനാറൊക്കെ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഞാൻ കാണുകയാണ്. IMA എന്നൊക്കെ പറയുന്ന സംഘടനകൾ ദേ ക്യാൻ കമാൻഡ്. അവര് സർക്കാരിനെ പോലും ചിലപ്പോൾ അവർ ബലഹീനമാക്കി കളയും. ഞാൻ അതിൽ അവരെ കുറ്റമൊന്നും പറയുകയല്ല, കാരണം സംഘടിക്കാനുള്ള അവകാശം നമുക്കുണ്ട്, അത് ചെയ്തേ പറ്റൂ. അപ്പോൾ ആ ഒരളവിലേക്ക് ഈ ഹോമിയോ സമൂഹത്തിനുമൊക്കെ വരാവുന്നതാണ്. അങ്ങനെ അതിൻ്റെയൊക്കെ ഒരു രാജപാതയായിട്ട് ഈ വെബിനാറുകളെ ഞാൻ കാണുകയാണ്. 1900 എന്ന് പറയുന്നത്, ഇത്രയും രാജ്യങ്ങളിലെ ആളുകൾ ഫോളോ ചെയ്യുന്നു എന്ന് പറയുന്നത്, ഇതെല്ലാം എത്രമാത്രം ഭംഗിയായിട്ട് ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക. അതുപോലെ തന്നെ ഇതിനെല്ലാം ഏത് കാര്യത്തിനും ഒരു ഔപചാരികമായിട്ടുള്ള അംഗീകാരം നമുക്ക് ഉണ്ടാവണം. അപ്പോൾ ഉണ്ടാകേണ്ടത് ആ അധികാരികത്വം ഉണ്ടാകേണ്ടത് രാഷ്ട്രീയവും സാമൂഹികവുമായിട്ടുള്ള അധികാരത്തിന്റെ തലത്തിലാണ്. അതും ഒരു വസ്തുതയാണ്. അപ്പോൾ അത്തരത്തിൽ അങ്ങനെയുള്ളവരെ കൊണ്ട് സംസാരിപ്പിക്കണമെങ്കിൽ നമുക്ക് ഡോക്യുമെന്റേഷൻ നമുക്ക് വളരെ കൃത്യമായി ആവശ്യമുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ ഐഡിയ ഉണ്ടായത്, എങ്ങനെയാണ് ഈ 1900 എത്തിയത്, എത്ര പേര് അറ്റൻഡ് ചെയ്തു, ഏതെല്ലാം വിഷയങ്ങൾ കൈകാര്യം ചെയ്തു എന്നുള്ളൊരു രീതിയിൽ ഒരു ഡോക്യുമെന്റേഷൻ നടത്തിയാൽ ഒരു വോളിയമായിട്ട്, അറ്റ്ലീസ്റ്റ് ഒരു ഡിജിറ്റൽ ബുക്കായിട്ടെങ്കിലും നിങ്ങൾക്ക് അതിൽ കുറച്ച് AI ഒക്കെ ചേർത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഗ്രാഫിക്സുകൾ ചേർക്കാൻ സാധിക്കും, നമുക്ക് ചിത്രങ്ങൾ ചേർക്കാൻ സാധിക്കും. അനന്തമാണ് സാധ്യതകൾ. അങ്ങനെ ആ സാധ്യതയുടെ എല്ലാ തലങ്ങളും തുറന്ന് മുന്നേറാനായിട്ട് ഈ സംരംഭം നിങ്ങളെല്ലാം സഹായിക്കട്ടെ ഞാൻ ആശംസിക്കുകയാണ്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഹൃദയംഗമമായി അഭിനന്ദിക്കുന്നു. കാരണം ഇതൊരു നിസ്സാര നേട്ടമല്ല എന്നുള്ളതുകൊണ്ടാണ്. ഇതിൻ്റെ പിന്നിൽ ത്യാഗം അനുഭവിച്ചിട്ടുള്ള ഒരുപാട് ആളുകളുണ്ടാവും. ഒരുപാട് മുഖങ്ങൾ ചിലപ്പോൾ ഈ മുൻവശത്ത് കാണാൻ പറ്റിയില്ല എന്ന് വരും, പക്ഷെ പുറകിലുണ്ടാവും, പിന്നണിയിലുണ്ടാവും. അപ്പോൾ എല്ലാവരെയും ഞാൻ വലിയ സന്തോഷത്തോടെ വിനീത ഹൃദയനായി ഹോമിയോപ്പതി ചികിത്സയുടെ ഒരു ഗുണഭോക്താവ് എന്നുള്ള അവകാശ ബോധ്യത്തോടുകൂടി അഭിനന്ദിക്കുകയും എല്ലാ ആശംസകളും നേരുകയും ഈ വെബിനാർ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു.
താങ്ക് യു. വളരെ നന്ദി സാർ. ഒരു പരിണതപ്രജ്ഞനായ പത്രപ്രവർത്തകന്റെ ഒരു വാക്ചാതുര്യവും അറിവും അങ്ങയുടെ പ്രസംഗത്തിൽ ഉടനീളം പ്രതിഫലിച്ചു. അങ്ങ് പറഞ്ഞ പോലെ ബെർലിൻ മതിലുകൾ ഇനി ഇടിയാനുണ്ട്. ഒരു വശത്ത് എറിക് ഹോനേക്കറും മറുവശത്ത് ഹെൽമറ്റ് കോളും ഓർമ്മയുണ്ട്. ഏതാണ്ട് 10-30 വർഷം കഴിയുന്നു. അതുപോലെ തന്നെ ഈ വ്യാജ കിരീടങ്ങൾ വീണടിയേണ്ട കാലമായി ഈ രാവിന്റെ തിരുനടയിൽ അത് വീണുടയട്ടെ എന്നിവിടെ ആശിക്കുകയാണ്. അങ്ങേക്ക് എല്ലാ ആശംസകളും നേരുന്നു. വളരെ നന്ദി. നമുക്ക് ഇനി ആശംസകളിലേക്ക് പോകാം. മലയാള ഭാഷാ പുരസ്കാരം നേടിയ കേരള സർക്കാരിന്റെ ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റ് അഭിമാനമായി മാറിയ ഡോക്ടർ നസിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഡോക്ടർ നസിയ. ഡോക്ടർ നസിയെ അൺമ്യൂട്ട് ചെയ്യാമോ? ഡോക്ടർ നസിയ. ഇല്ലേ? ഇല്ല. എന്തോ സാറേ കേട്ടില്ല. ആളുണ്ടോ? ആളുണ്ടോ? ഉണ്ട്. ഉണ്ടല്ലോ. നമുക്ക് കൃഷ്ണദാസ് സാറിലേക്ക് പോയിട്ട് നസിയിലേക്ക്. കൃഷ്ണദാസ് സാറേ സംസാരിക്കാമോ? കൃഷ്ണദാസ് സാർ. അടുത്ത കൃഷ്ണദാസ് വിളിക്കേ. സാർ അൺമ്യൂട്ട് ചെയ്യണം. സാറേ അൺമ്യൂട്ട് ചെയ്യൂ. സാറേ സംസാരിക്കാമോ? സംസാരിക്കാം. പ്രിയപ്പെട്ട ഫരീദ് സാർ, ആദരണീയനായ അധ്യക്ഷൻ ഇസ്മയിൽ സേഠ് സാർ, ഉദ്ഘാടകൻ, പ്രിയപ്പെട്ടവരെ, തീർച്ചയായും വളരെ ഇവിടെ പറഞ്ഞതുപോലെ ഇത്രയും ദീർഘകാലം തടസ്സമില്ലാതെ ഒരു പരിപാടി നടത്തുക എന്ന് പറഞ്ഞാൽ എത്ര പ്രശംസിച്ചാലും അധികമാവില്ല. അപ്പൊ ഇവിടെ ഉദ്ഘാടകൻ വളരെ അർത്ഥവത്തായ ഒരു പ്രസംഗമാണ് നടത്തിയത്. അപ്പൊ അതില് പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹം ഡോക്യുമെന്റേഷൻ പറഞ്ഞതാണ് എനിക്ക് ഏറെ ശ്രദ്ധേയമായി തോന്നിയത്. കാരണം ഇപ്പോഴും നമ്മൾ പലരും ചർച്ച ചെയ്തതുപോലെ ശാസ്ത്രീയമായ ഡോക്യുമെന്റേഷൻ അതിൻ്റെ ഒരു ചെറിയൊരു കുറവ് നമുക്കുണ്ട്. എന്തായാലും ഭാവിയിൽ വിവിധ പ്രൊജക്റ്റുകളും അതുപോലെ മറ്റു കാര്യങ്ങളും നേടാൻ നമുക്ക് ശാസ്ത്രീയമായ ഡോക്യുമെന്റേഷൻ ആവശ്യമാണ്. അപ്പൊ അത് ഉദ്ഘാടകൻ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. പ്രത്യേകിച്ച് ഇക്കാലത്ത് എനിക്ക് തോന്നുന്നത്, ഞാൻ എപ്പോഴും ഹോമിയോപ്പതിയെ വിശേഷിപ്പിക്കുന്നത് ദ ട്രീറ്റ്മെന്റ് ഓഫ് ഫ്യൂച്ചർ എന്നാണ്. കാരണം ഈ ഒരു വരാൻ പോകുന്ന കാലം നമുക്കറിയാം, ആന്റിബയോട്ടിക്കുകളൊക്കെ ഫലിക്കാത്തൊരു കാലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഭാവി ഒരുപക്ഷെ ഹോമിയോപ്പതിയുടെ ഇന്നത്തെ ഈ ഒരു നല്ലൊരു കുതിച്ചുകയറ്റം കാണുന്നുണ്ട്. അത് ഇനി മുന്നേറാനുള്ള സാധ്യതയാണ് നമ്മുടെ മുന്നിലുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 40 വർഷമായി ഹോമിയോപ്പതി ഉപയോഗിക്കുന്നു, നമ്മുടെ കുടുംബം തന്നെ. പിന്നെ അതില് എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു വ്യക്തി ക്യാൻസറിന്റെ അവസാനത്തെ ഒരു സ്റ്റേജിൽ നിന്ന് ഹോമിയോപ്പതി മരുന്ന് കാരണം രക്ഷപ്പെട്ടു. അപ്പൊ അന്നു മുതൽ ഇതിനെക്കുറിച്ച് ശാസ്ത്രീയമായി പഠിക്കാനും ഡോക്യുമെന്റ് ചെയ്യാനും എനിക്ക് താല്പര്യമുണ്ടായി. കൃത്യമായി പറഞ്ഞാൽ 96 എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർമ്മിക്കണം, ഹോമിയോപ്പതിയുടെ 200ാമത്തെ വർഷമാണ് വാർഷികം. അപ്പൊ അന്ന് ഒരു സ്റ്റഡി തുടങ്ങുകയും അപ്പൊ ആ സമയത്ത് തന്നെ ഡോക്ടർ സുധാകരൻ, KP സുധാകരൻ, അപ്പൊ അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിപ്പില്ല, അതുപോലെ നമ്മുടെ വർഗീസ് സാർ, ഇവരെയൊക്കെ കണ്ടു. 25ഓളം ഡോക്ടർമാർ ആ സമയത്ത് കാണുകയുണ്ടായി. അപ്പൊ അന്ന് തന്നെ നിരവധി കേസുകളും പഠിച്ചു. ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുകയാണ്, അന്ന് ഇതേപോലെ ഒരു ശാസ്ത്രപ്രചാരകനായ ഞാൻ ഈ പ്ലാസിബോ എഫക്റ്റിനെ കുറിച്ച് ഒരു ഡോക്ടറോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, പ്ലാസിബോ ആണെങ്കിൽ പിന്നെ മരുന്ന് കമ്പനികളൊന്നും വേണ്ടല്ലോ. അതാണ് അദ്ദേഹം ചോദിച്ചത്. അല്ലെ, പിന്നെ വേറെ നമ്മൾ പച്ചവെള്ളം മാത്രം മതിയല്ലോ, പിന്നെ എന്തിനാ മരുന്ന് കമ്പനികൾ? പിന്നെ പറഞ്ഞു ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഉള്ള മരുന്നുകൾ ഹോമിയോ നിന്ന് ഉണ്ടാക്കുന്നത്. അപ്പൊ ഞാൻ ഉദ്ദേശിച്ചൊരു ഉപ്പിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്, നാട്രം മ്യൂരാറ്റിക്കം. നിങ്ങൾ ആലോചിച്ച് നോക്കും, 30 വർഷം മുമ്പ് പറഞ്ഞ് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. നാട്രം മ്യൂരാറ്റിക്കമാണ് ഉപ്പിൽ നിന്നുണ്ടാകുന്നത്. അപ്പൊ കർപ്പൂരത്തിൽ നിന്ന് ചോദിച്ചു, കർപ്പൂരത്തിൽ നിന്ന് കാംഫോറ. വളരെ കൃത്യമായി അന്ന് മറുപടികൾ കിട്ടി. വളരെ രസകരമാണ് മറുപടികൾ. പിന്നെ ശാസ്ത്രീയതയെ കുറിച്ച് പറയുന്നവരോട് ഒരു കാര്യം പറയാനുള്ളത്, ഇന്ത്യയിലെ ആദ്യത്തെ ശാസ്ത്രീയ ഗവേഷണ സ്ഥാപനം ഏതാണ്? ഞാൻ പറയാം, ഇന്ത്യൻ അസോസിയേഷൻ ഫോർ കൾട്ടിവേഷൻ ഓഫ് സയൻസ്. അത് ആരാ സ്ഥാപിച്ചതറിയാം? ഹോമിയോ ഡോക്ടറാണ്, മഹേന്ദ്രലാൽ സർക്കാർ. അപ്പൊ അദ്ദേഹം അലോപ്പതി ഡോക്ടറാണ്. പിന്നീട് അലോപ്പതിയിൽ ഒരു പ്രശ്നം പരിഹരിക്കാൻ പറ്റാത്ത സമയത്ത് അദ്ദേഹം ഹോമിയോപ്പതിയിലേക്ക് മാറി. അതാ രസം. അദ്ദേഹമാണ് ഇന്ത്യയിലെ ശാസ്ത്ര ഗവേഷണ സ്ഥാപനം സ്ഥാപിച്ചതെന്ന് മാത്രമല്ല, CV രാമന് നോബൽ സമ്മാനം കിട്ടിയത് ഒരു ഹോമിയോപ്പതി ഡോക്ടർ സ്ഥാപിച്ച ഗവേഷണ സ്ഥാപനത്തിൽ നിന്നാണ്. നമ്മളത് ആലോചിക്കണം.
അപ്പൊ പിന്നെ ശാസ്ത്രീയനെ കുറിച്ചൊരു പിന്നെ ആരാണ് ആദ്യം പറഞ്ഞത്? ഏറ്റവും വലിയ ശാസ്ത്ര പ്രചാരകനാണ് ഇത് ശാസ്ത്രീയമാണെന്ന് പറഞ്ഞു മംഗാൾ. അപ്പൊ ഇത്തരത്തിൽ ചരിത്ര വസ്തുക്കൾ ഡോക്യുമെന്റ് ചെയ്യപ്പെടുന്നില്ല. ഇപ്പോൾ തന്നെ ഞാൻ ഒരു കാര്യം, ഒരു തെറ്റ് എന്റെ ശ്രദ്ധയപ്പെട്ടു. അതായത് നമ്മുടെ ഹോമിയോപ്പതി ദേശീയ, അതായത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിലെ ഹോമിയോപ്പതി വകുപ്പിന്റെ വെബ്സൈറ്റിൽ ഞാൻ കാണുകയുണ്ടായി. ഇന്ത്യയിൽ ഹോമിയോപ്പതി വരുന്ന സമയത്ത് ആദ്യത്തെ ഒരു സംഭവം എന്ന് പറയുന്നത് റാണ രഞ്ജിത് സിംഗ് കുതിരയിൽ നിന്ന് വീണിട്ട് അദ്ദേഹത്തിന് പരിക്കേറ്റു. അപ്പൊ അതിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ടിട്ടാണ് ആദ്യമായിട്ട് ഹോമിയോപ്പതി വന്നു എന്ന് പറയുന്നത്. പക്ഷെ അതിൽ തെറ്റായി രേഖപ്പെടുത്തിയത് ഹനുമാൻ ഇന്ത്യയിൽ വന്ന് ഈ രാജാവിന് വേണ്ടി ചികിത്സിച്ച് ഭേദമാക്കി എന്നാണ് തെറ്റായി കൊടുത്തിരിക്കുന്നത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിലാണ്. അപ്പോൾ ഹനുമാൻ അല്ല അത് ശരിക്കും. ജോൺ മാർട്ടിൻ ഹോണിസ്ബർഗ് എന്ന റുമാനിയൻ ഡോക്ടറാണ്. 1839 ഹനുമാൻ ഇന്ത്യയിൽ വന്നിട്ടില്ല. അപ്പൊ ഇത്തരം നമ്മൾ വളരെ കൃത്യമായി രേഖപ്പെടുത്തണം ഈ കാര്യങ്ങളൊക്കെ. അപ്പൊ അത്തരം തിരുത്തുകൾ വേണ്ട. ഇപ്പൊ റെഫർ ചെയ്യുന്ന സമയത്ത് നമ്മൾ തെറ്റായി പറഞ്ഞു എന്ന് വിചാരിക്കില്ലേ? ഒരുപക്ഷെ കുറച്ചൊരു ആകാംക്ഷ കൂട്ടാൻ കൊടുത്തായിരിക്കാം. പക്ഷെ തെറ്റായ കാര്യങ്ങൾ നമ്മൾ ഹനുമാന്റെ പേര് കൊടുത്ത് ഹനുമാൻ ഇത് സന്ദർശിച്ചില്ല. മറ്റൊരു കാര്യം നല്ല രസകരമായ ചരിത്ര വസ്തുക്കൾ ഒരുപാടുണ്ട്. നമ്മൾ മുമ്പ് ഒരിക്കലും പറഞ്ഞു 1896 ഷെർലക് ഹോംസിന്റെ ഒരു കഥയിൽ ആർണിക്ക എന്ന് പറയുന്ന മെഡിസിനെ കുറിച്ച് പരാമർശമുണ്ട്. 1896 ഷെർലക് ഹോംസിന്റെ ഹോംസ് ഒരു അക്രമിനെ നേരിടാൻ വേണ്ടി പോവുകയാണ്. അദ്ദേഹം കോളേജ് പ്രൊഫസറാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ സുഹൃത്തായ വാട്സൺ പറയുന്നത്, നിങ്ങൾ പോകുന്ന സമയത്ത് ആർണിക്ക 30 കൂടെ വെച്ചോ കീശയിൽ. എന്തുകൊണ്ട് പറഞ്ഞാൽ കേസിനിടയിൽ ചില സമയത്ത് അദ്ദേഹം നിങ്ങളെ ആക്രമിച്ച് പരിക്കേൽപ്പിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഈ മെഡിസിൻ കൂടെ കയ്യിൽ വെച്ചോ എന്ന് വാട്സൺ ഹോംസിനോട് പറയാണ്. 1896 ഇത് രേഖപ്പെടുത്തിയിരിക്കുന്ന ആലോചിക്കണം. അത്രയും പഴക്കമുണ്ട് ഇതിന്. അപ്പൊ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വളരെ രസകരമായ ചരിത്രം. പിന്നെ കേരളത്തിലേക്ക് കടന്ന പോലെ കേരളത്തിൽ ക്രിസ്ത്യൻ മിഷണറിമാരാണ് പ്രചരിപ്പിച്ചത് നമുക്കറിയാം. അതുപോലെ കുറിച്ചി മെഡിക്കൽ കോളേജിലാണ് തോന്നുന്നു ആദ്യത്തെ ഡിപ്ലോമ കോഴ്സ് തുടങ്ങിയത്. അപ്പൊ 96 ഞാൻ കണക്കെടുത്ത സമയത്ത് 1.5 ലക്ഷം രജിസ്റ്റേർഡ് ഇന്ത്യൻ പ്രാക്ടീഷണർമാർ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു 96. ഇപ്പോഴെത്രയെന്നില്ല നിങ്ങൾ കണക്ക് നോക്കിയാൽ. അപ്പൊ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം വലിയൊരു കുതിച്ചുചാട്ടം ഈ രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പൊ അത് പിന്നെ പ്ലാസിബോ എഫക്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റ കാര്യം നമ്മൾ സൂചിപ്പിച്ചാൽ മതി. ജനനി എന്ന പദ്ധതിയിലൂടെ ഏതാണ്ട് 3000 കുട്ടികൾ ജനിച്ചു എന്നാണ് പറയുന്നത്. കൃത്യമായിട്ട് അതിന്റെ കണക്കുണ്ട്. 20 വർഷത്തോളം കുട്ടികളില്ലാതിരുന്ന വിവിധ ചികിത്സ പരീക്ഷിച്ച എല്ലാ റെക്കോർഡും അവരുടെ കയ്യിലുണ്ട്. അപ്പൊ ഇതെല്ലാം പ്ലാസിബോ എഫക്റ്റ് കൊണ്ടാണോ ഈ 3000 കുട്ടികൾ ഉണ്ടായത്? അപ്പൊ അങ്ങനെ പറയുന്ന സമയത്ത് നമ്മൾ പിന്നെ യുക്തിയില്ലാതെ അല്ലെങ്കിൽ ഉറക്കം നടിച്ചു കിടക്കുന്നവരെ നമുക്ക് ഉണർത്താൻ വേണ്ടി കഴിയില്ല. അപ്പൊ ഏതായാലും പുതിയ ശാസ്ത്ര പ്രതിഭാസങ്ങൾ, ക്വാണ്ടം തിയറി, അതുപോലെ നാനോ ടെക്നോളജി, ഇതൊക്കെ വിരൽ ചൂണ്ടുന്നത് ഹോമിയോപ്പതിയുടെ ശാസ്ത്രീയ വശങ്ങളിലേക്കാണ്. ഇനിയും ഒരുപാട് ഗവേഷണം ഈ രംഗത്ത് നടത്തേണ്ടതുണ്ട്. അപ്പൊ അതിന് ഉള്ള സജീവമായ ഡോക്യുമെന്റേഷനും സപ്പോർട്ടുമാണ് ഇത്തരം സംഘടനകൾ ചെയ്യേണ്ടത് എന്നുകൂടി ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ ഏതായാലും സമയക്കുറവുകൊണ്ട് കാരണം കൂടുതൽ പറയുന്നില്ല. ഒരുപാട് സുഹൃത്തുക്കൾ ഹോമിയോ ഡോക്ടർമാരായിട്ടുണ്ട്. അവര് മനുഷ്യ സ്നേഹികളാണ്, ഒരു കുടുംബം പോലെയാണ്. പിന്നെ ഞാനൊരു അധ്യാപകനാണ്, മാത്തമാറ്റീഷ്യനാണ്. അപ്പം ചിലപ്പോൾ തിരക്ക് കാണും. ഞാൻ മനോജ് സാറിനോട് പറയാറുണ്ട് ഇത്തരം പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റാറില്ല. ഏതായാലും ശാസ്ത്രോത്സവം കഴിഞ്ഞ് നമ്മുടെ ജില്ലയ്ക്ക് 3ാം സ്ഥാനം കിട്ടിയിരുന്നു. ആ ഒരു സന്തോഷത്തിലാണ്. അപ്പൊ അതിനിടയിലാണ് മനോജ് സാർ വിളിച്ച് ഇത്തരം ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി കഴിഞ്ഞത്. എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. വളരെ നന്ദി സാർ. എന്തായാലും ആ ഒരു ഗണിത അധ്യാപകന്റെ പ്രസിഷൻ അങ്ങയുടെ വാക്കുകളിൽ ഉണ്ടായിരുന്നു. ഉപ്പുതൊട്ട് കർപ്പൂരം വരെ എന്ന് പറഞ്ഞ NG ഡോക്ടർ ആയിരിക്കാണ് സാധ്യത സംസാരം കേട്ട പോലെ തോന്നിയത്. എന്തായാലും വളരെ നല്ലൊരു പ്രയോഗമായിരുന്നു. ഡോക്ടർ നസീലേക്ക് പോയി. ഡോക്ടർ നസീർ അൺമ്യൂട്ട് ചെയ്യാമോ? മൈക്ക് സിമ്പിൾ ഉണ്ട്. ഓക്കെ. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഹോമിയോപ്പതിയുടെ വിവിധ മേഖലകളിൽ സജീവമായി ഇടപെടുന്ന IFPH എന്ന സംഘടനയുടെ 1900 തുടർച്ചയായ ദിവസങ്ങളുടെ അവിരാമമായ ഒരു വെബ് സീരീസ് വെബിനാർ സീരീസ് ആണ് നടത്തിയത്. അത് ഇവിടെ പലരും പറഞ്ഞതുപോലെ വേറെ ലോക ചരിത്രത്തിൽ എങ്ങും നമുക്ക് കാണാൻ കാണാൻ വളരെ അപൂർവമായ ഒരു സംഭവം തന്നെയാണ്. അക്കാര്യത്തിൽ ആദ്യമേ എല്ലാവരെയും, മനോജ് ഡോക്ടറെയും ശൈല ഡോക്ടറെയും പിന്നെ ബഹുമാന്യനായ ഇസ്മായിൽ സാർ ഉൾപ്പെടെയുള്ള ബാക്കി എല്ലാവരെയും എനിക്ക് അറിയില്ല, കുറച്ചുപേരെ മാത്രമേ അറിയുള്ളൂ. എന്നാൽ എല്ലാവരെയും, ഇതിന് പിന്നണിയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. കേരള സർക്കാർ ഏർപ്പെടുത്തിയ ഭരണഭാഷാ പുരസ്കാരം ലഭിച്ചതിന് ലഭിച്ചു എന്ന ഒരു അംഗീകാരം അത് നിങ്ങൾ തിരിച്ചറിയുന്നു. അത് തന്നെ എനിക്ക് വളരെയധികം കൃതജ്ഞതയോടുകൂടി സ്മരിക്കുന്നു.
ഹോമിയോപ്പതിയും ഭാഷയുമായുള്ള ബന്ധം ഇതിനകത്തുള്ള എന്താണ് ഗുരുതുല്യരായ ആർക്കും പറഞ്ഞു തരേണ്ടതില്ല. നമ്മുടെ ഹോമിയോപ്പതിയുടെ ഉത്ഭവം തന്നെ ഭാഷയുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കള്ളൻസ് മെറ്റീരിയ മെഡിക്ക ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് വഴിയാണ് നമുക്ക് ഹോമിയോപ്പതി എന്ന മഹത്തായ ഒരു ഔഷധ ശാസ്ത്രശാഖ കിട്ടുന്നത് തന്നെ. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്കറിയാം ഭാഷയുടെ പ്രാധാന്യം. ഡോക്ടർ സാമുവൽ ഹാനിമാൻ എത്രമാത്രം ഭാഷകളെ സ്നേഹിച്ചിരുന്നു, എത്രത്തോളം ഭാഷകളിൽ പ്രാവീണ്യം ഉണ്ടായിരുന്നു. കവിത ഉൾപ്പെടെ പല ഭാഷാ മേഖലകളിലും അദ്ദേഹം അഗ്രഗണ്യനായിരുന്നു എന്ന് സാഹിത്യ സൃഷ്ടികൾ അല്ലെങ്കിൽ പഴയ രചനകൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നതാണ്. ഭാഷ എന്ന് പറയുമ്പോൾ അത് വെറും ഒരു സാഹിത്യത്തിൽ അല്ലെങ്കിൽ നമ്മൾ ഗ്രന്ഥങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. ഭാഷ എപ്പോഴും നമ്മുടെ സമൂഹത്തിലെ ഇടപെടലുകളിൽ കൂടി മാത്രം നിലനിന്നു പോരുന്ന ഒരൊന്നാണ്. ഇപ്പൊ ഈ 1900 ദിവസങ്ങളിൽ നിങ്ങൾക്ക് തുടർച്ചയായി ഈ സംഘടനയെ വിജയകരമായി കൊണ്ടുപോകാൻ കഴിയുന്നതും ഭാഷയുടെ സഹായത്തോടെയാണ്. പാമൊഴിയായും വരമൊഴിയായും ഭാഷ എന്നും ഈ ഒരു സംഘടനയുടെ നിലനിൽപ്പിനും ജീവൻ നൽകുന്നതാണ്. മനുഷ്യരെ ഒന്നിപ്പിക്കുന്ന എന്ന പോലെ തന്നെ ഭിന്നിപ്പിക്കാനും ഭാഷയ്ക്ക് കഴിയും. IFPH എന്ന സംഘടനയ്ക്ക് ഹോമിയോപ്പതി സമൂഹത്തിലുള്ള എല്ലാവരെയും ഒന്നിപ്പിക്കാനും ഹോമിയോപ്പതിയുടെ എല്ലാവിധ മേഖലകളിലും വിദ്യാഭ്യാസമായാലും സാമൂഹികമായ ഇടപെടലായാലും ഇതുപോലെയുള്ള സാംസ്കാരിക തുഞ്ചൻ ദിനം പോലെ മലയാളത്തിലെ പല കാര്യങ്ങളിലും ഇടപെട്ടിട്ടുള്ളതായി വായിക്കാൻ കഴിഞ്ഞു. അതുപോലെ സാമൂഹികവും സാംസ്കാരികവും വൈദ്യശാസ്ത്ര മേഖലകളിലുമുള്ള നിരവധിയായ ഇടപെടലുകൾ നടത്താൻ ഇനിയും ഈ സംഘടനയ്ക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവിധ വിജയാശംസകളും നന്ദിയും രേഖപ്പെടും. നന്ദി, നമസ്കാരം. നസിയ, ഈ പറഞ്ഞ പോലെ ഭാഷ മാത്രമുള്ള ഒരു ഹൃദയത്തിന്റെ കമ്പോണന്റ് കൂടി ഉണ്ടായിരുന്നു. അതായത് ഹനുമാന് മക്കളുണ്ടായപ്പോഴാണ് അദ്ദേഹം ആലോചിച്ചത്, ഈ കൊടുക്കുന്ന വളരെ അപകടകാരിയ മരുന്നുകൾ എൻ്റെ കുട്ടികൾക്ക് എങ്ങനെ കൊടുക്കുമെന്ന് ആലത്തെ ഒരു അച്ഛൻ്റെ ഒരു വികാരം കൂടി ഹോമിയോപ്പതിയിൽ കണ്ടെത്താൻ കാരണമായി എന്ന് റിച്ചാർഡ് ഹെയ്ൽ പറയുന്നുണ്ട്. എന്തായാലും വളരെ സന്തോഷം പങ്കെടുത്തതിൽ. ഇനിയും പങ്കെടുക്കുക. നിങ്ങളെപ്പോലുള്ള പ്രതിഭകളെ ഞങ്ങൾ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. നമുക്ക് അടുത്ത പരിപാടി, അതായത് എല്ലാ പരിപാടിയും നമുക്ക് പാട്ടോടുകൂടി തന്നെയാണ്. നമ്മുടെ ഇഷ്ടംപോലെ ഗായകർ, ഹോമിയോപ്പതിക്ക് അനുഗ്രഹീതനായ അബ്ദുൽ ഗഫൂർ സാർ, മുൻ DMO കൂടിയാണ്. സാറിനെ ക്ഷണിക്കുന്നു. സാർ പ്ലീസ്. താങ്ക് യു. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. IFPHന്റെ വെബ് സീരീസ് ഇപ്പോൾ 1900 എന്ന് പറയുമ്പോൾ അത് ഏറ്റവും വലിയ ഒരു ലോക റെക്കോർഡ് തന്നെയാണ്. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നേരുന്നു. അതുപോലെ നമുക്കിന്ന് ഇവിടെ ഒത്തുകൂടാൻ ഇങ്ങനെ കഴിഞ്ഞതിൽ ദൈവത്തിന് സ്തുതി അർപ്പിച്ചുകൊണ്ട് ഞാൻ കാട് എന്ന ചിത്രത്തിന് വേണ്ടി, ഇന്ന് സുശീലാമ്മയുടെ 90ാം ജന്മദിനമാണ്. അപ്പൊ സുശീലാമ്മ പാടിയ ഗാനം സുശീലാമ്മയും യേശുദാസും ചേർന്ന് പാടിയതാണ്. ഈ ശ്രീകുമാരൻ തമ്പി രചിച്ച് വേദ്പാൽ ശർമ്മ സംഗീതം നൽകി കാട് എന്ന ചിത്രത്തിന് വേണ്ടി പാടിയ ഒരു പാട്ട് പാടാൻ. ഏഴിലം പാല പൂത്തു പൂമരങ്ങൾ കൂട പിടിച്ചു വേളിമലയിൽ ഏലേലം പാടി വരും കുയിലിണകൾ കുരവയിട്ടു വേളിമലയിൽ പൊൻകിനാവിൻ പൂവനത്തിൽ പാരിജാതം പൂത്തുലഞ്ഞു. പൊൻകിനാവിൻ പൂവനത്തിൽ പാരിജാതം പൂത്തുലഞ്ഞു. എൻ മനസ്സിൻ മലനിരകൾ പൊന്നശോകമലരണിഞ്ഞു. ആകാശത്താമര പോൽ എൻ മടിയിൽ വന്നു വിടൂ ആത്മസഖി നീ, പ്രാണസഖി നീ. ഏഴിലം പാല പൂത്തു പൂമരങ്ങൾ കൂട പിടിച്ചു വേളിമലയിൽ എന്നുമെന്നും ഒന്നു ചേരാൻ ഹൃദയം തപസ്സിരുന്നു. എന്നുമെന്നും ഒന്നു ചേരാൻ
എൻ ഹൃദയം തപസിരുന്നു ഏകാന്ത സന്ധ്യകളിൽ നിന്നെയോർത്തു ഞാൻ കരഞ്ഞു. കാണാൻ കൊതിച്ച നേരം കവിത പോലൻ മുന്നിൽ വന്നു. ആത്മസഖി നീ, പ്രാണസഖി നീ, എഴിലം പാലപുത്തു പൂമരങ്ങൾ കൂട പിടിച്ചു വെള്ളിമലയിൽ വേളിമലയിൽ. താങ്ക് യു. അതെ സാർ, വളരെ നന്നായിട്ടുണ്ട്. അൽസ്റ്റോണിയ, അപ്പൊ പാലയിൽ നിന്നും പാലപ്പൂവിൽ നിന്നും പാലയിൽ നിന്നും നേരത്തെ പറഞ്ഞ ഉപ്പും കർപ്പൂരവും പോലെ അവിടെ നിന്നും മരുന്നെടുക്കുന്നുണ്ട്. മാത്രമല്ല കവികളെ കൂടുതൽ പ്രചോദിപ്പിച്ച, നമുക്കറിയാം കള്ളിപ്പാലുകൾ പൂത്തു, പാലപ്പൂവെ, അങ്ങനെ ഒരുപാട് പാല ചേർത്തുള്ള പാട്ടുകൾ തന്നെയുണ്ട്. ഒരു പാല തിരഞ്ഞെടുത്തൊരു സന്തോഷം. സാറിന്റെ പാട്ട് വളരെ മനോഹരമായിരുന്നു. സാറിന് സമയമുണ്ടെങ്കിൽ ദയവായി തുടരുക. എന്തോ പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞു. സമയമുണ്ടെന്ന് ഓക്കെ. ഞാൻ പോകും. ഓക്കെ, എന്നെ ആയിക്കോട്ടെ. വിടണം, അനുവദിക്കണം. തീർച്ചയായിട്ടും. വളരെ സന്തോഷം സാർ, വളരെ നന്ദി. താങ്ക് യു. ഓക്കെ. അടുത്ത ഡോക്ടർ സുരേഷ് ഡോക്ടറെ, പിന്നെ നമ്മുടെ ജയചന്ദ്രൻ ഡോക്ടർ ഉണ്ട്, അല്ല വിജയകുമാർ ഡോക്ടർ. സുരേഷ് ഡോക്ടറെ അഡ്മിറ്റ് ചെയ്യാമോ? കേൾക്കുന്നുണ്ടോ? കേൾക്കാം. മനോജ്, കേൾക്കാം. ഈ യോഗത്തിന്റെ അധ്യക്ഷനായ ഏറെ ബഹുമാന്യനായും അഭിനന്ദനുമായ സേട്ട് സാറ്, ഹോമിയോപ്പതിയെ സ്നേഹിക്കുകയും വികാരപരമായി ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ഡോക്ടർമാരല്ലാത്ത ഹോമിയോ സ്നേഹികൾ, പ്രിയപ്പെട്ട മനോജ്, ഞങ്ങളുടെ കൊല്ലം ജില്ലയുടെ ഭാഷാ പുരസ്കാരം നേടിയ ഞങ്ങളുടെ അഭിമാനമായ ഡോക്ടർ നസിയ, എനിക്ക് പരിചയമുള്ളതും പരിചയമില്ലാത്തവരായ ഒരുപാട് ഹോമിയോ സുഹൃത്തുക്കളെ, ആദ്യമായിട്ട് ഈ ഒരു സംരംഭത്തെ ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം ഇതൊരു കോവിഡ് മഹാമാരിയിൽ ലോകം വിറച്ചു നിൽക്കുന്ന സമയത്ത് തുടങ്ങി വെച്ച ഒരു പരിപാടിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്ക് ഹോമിയോപ്പതി എത്രമാത്രം ഉയർന്നുവെന്നും എന്തുകൊണ്ട് ആ ഉയർച്ചയ്ക്ക് ഒരു തടസ്സം നിൽക്കുന്നുവെന്നും നമ്മൾ ഓരോ ഹോമിയോപ്പതി ഡോക്ടർമാരും തന്നിലോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. എത്ര പേർക്ക് നമ്മൾ കൈകാര്യം ചെയ്യുന്ന വൈദ്യശാസ്ത്ര ശാഖയുടെ ആത്മാർത്ഥമായ ഒരു വിശ്വാസമുണ്ട് എന്ന് കൂടി നമ്മൾ ഓർക്കേണ്ട ഒരു സമയമാണ്. എനിക്കറിയാം, കോവിഡ് സമയത്ത് പല ഡോക്ടർമാരും ഹോമിയോപ്പതി കൊണ്ട് ഉപജീവനം നടത്തി വരുന്നവർ പോലും സ്വന്തം ക്ലിനിക്കുകൾ അടച്ച് രോഗികളെ ചികിത്സിക്കാൻ മടിച്ചിരിക്കുകയും ഭയന്നിരിക്കുകയുമായ കാലം ഉണ്ടായിരുന്നു. കോവിഡ് വാക്സിൻ ഇവിടെ തുടങ്ങിയപ്പോൾ ഏറ്റവും ആദ്യം ഓടിപ്പോയ കൂട്ടത്തിൽ ഹോമിയോപ്പതി ഡോക്ടർമാരും ഉണ്ടായിരുന്നു. വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയായിരുന്നു. അത് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. നമ്മളെ ഒരു സ്വയം വിമർശനമായിട്ട് കൂടി നമ്മൾ ഇതിനെ കാണണം. നമ്മൾ ഹോമിയോപ്പതി എന്നൊരു വികാരപരമായി മാത്രമല്ല, വിവേകപൂർവമായി കൂടി കാണണമെന്നാണ് എൻ്റെ ആഗ്രഹം. എനിക്ക് പറയാനുള്ളത് അതാണ്. അപ്പം നമ്മുടെ വൈദ്യശാസ്ത്ര ശാഖയുടെ, നമ്മുടെ വൈദ്യശാസ്ത്രത്തിൻ്റെ സാധ്യതകൾ എന്തെല്ലാമാണെന്ന്, എത്രമാത്രം ഉണ്ടെന്ന് നമ്മൾ ഓരോരുത്തരും നമ്മളോട് ചോദിച്ചു നോക്കുക. നമുക്കറിയാം, ഒരുപാട് ഡോക്ടർമാർ, പ്രത്യേകിച്ച് ലേഡി ഡോക്ടർമാർ, അവരുടെ കുഞ്ഞുങ്ങളുമായിട്ട് പീഡിയാട്രീഷ്യൻ്റെ മുന്നിൽ ക്യൂ നിൽക്കുന്ന കാഴ്ചകൾ വളരെ വേദനാജനകമാണ്. നമുക്ക് എല്ലാ രോഗങ്ങളും ഹോമിയോപ്പതി കൊണ്ട് ചികിത്സിക്കാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നമുക്ക് ഒരുപാട് സാധ്യതകളുള്ള, നമുക്ക് ചികിത്സിക്കാൻ പറ്റാവുന്ന രോഗങ്ങൾക്ക് പോലും നമ്മൾ മറ്റ് വൈദ്യശാസ്ത്ര ശാഖകളെ ആശ്രയിക്കുന്നത് ഹോമിയോപ്പതിയിലുള്ള ആത്മവിശ്വാസ കുറവുകൊണ്ടാണോ എന്ന് തോന്നിപ്പോകും. ഏതായാലും ഇത്തരം സംരംഭങ്ങൾ ഹോമിയോപ്പതി മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഹോമിയോപ്പതിയെ സ്നേഹിക്കുന്നവർക്കും ആത്മവിശ്വാസം ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇതിൻ്റെ പ്രധാന നടത്തിപ്പുകാരനായ എൻ്റെ പ്രിയ സ്നേഹിതനും ഡോക്ടർ മനോജിനും ഞാൻ അഭിനന്ദനം അറിയിക്കുന്നു.
ഈ IFPHന്റെ ഇതുപോലെ പ്രധാന പരിപാടികളിൽ പാട്ട് പാടാനായിട്ടാണ് മനോജ് എന്നെ ക്ഷണിക്കാറുള്ളത്. കോളേജിൽ പഠിച്ചിരുന്ന സമയത്ത് ഉള്ള ആ ഒരു പരിചയം കൊണ്ടായിരിക്കാം. ഒരു പ്രൊഫഷണൽ ഗായകനൊന്നും അല്ലെങ്കിൽ പോലും തീരെ നിങ്ങളെ മടുപ്പിക്കാതെ ചെയ്യാൻ കഴിയുമെന്നുള്ള വിശ്വാസത്തോടു കൂടി എൻ്റെ എളിയ ഉദ്യമം ഇവിടെ ആരംഭിക്കുകയാണ്. പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഈ ക്യാമറ ഒന്ന് ഓഫ് ചെയ്യും, കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയാണ്. ദയവേദി സഹകരിക്കുക. ഞാൻ ആലപിക്കാൻ പോകുന്ന ഗാനം നീ എത്ര ധന്യ എന്ന സിനിമയിൽ ONV രചിച്ച് വളരെ കാലം ONV ആയിട്ട് പിണങ്ങി നിന്നതിന് ശേഷം ദേവരാജൻ മാഷ് ONVയുടെ ഒരു ഗാനം സംഗീതം ചെയ്യുന്ന ഒരു ഗാനമാണ് അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തുടങ്ങുന്ന ഗാനം. അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചുപോയി, ഒരു മാത്ര വെറുതെ നനച്ചുപോയി. അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചുപോയി, ഒരു മാത്ര വെറുതെ നനച്ചുപോയി. രാത്രി മഴ പെയ്തു തോർന്ന നേരം, രാത്രി മഴ പെയ്തു തോർന്ന നേരം കുളിർ കാറ്റിലില ചാർത്തുലഞ്ഞ നേരം ഇറ്റിറ്റു വീഴും നീർത്തുള്ളിതൻ സംഗീതം ഹൃത്തന്ത്രികളിൽ പടർന്ന നേരം കാതരയായൊരു പക്ഷിയൻ ജാലക വാതിലിൻ ചാരേ ചിലച്ച നേരം, വാതിലിൻ ചാരേ ചിലച്ച നേരം ഒരു മാത്ര വെറുതെ നനച്ചുപോയി. അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചുപോയി, ഒരു മാത്ര വെറുതെ നനച്ചുപോയി. മുറ്റത്തു ഞാൻ നട്ട ചെമ്പകത്തൈയിലെ ആദ്യത്തെ മൊട്ടു വിരിഞ്ഞ നാളിൽ സ്നിഗ്ധമാരുടെയോ മുടിച്ചാർത്തിലൻ മുഗ്ധ സൗന്ദര്യം പലോടി നിൽക്കേ ഏതോ പുരാതന പ്രേമ കഥയിലെ ഗീതികളെന്നിൽ ചിറകടിക്കേ, ഗീതികളെന്നിൽ ചിറകടിക്കേ ഒരു മാത്ര വെറുതെ നനച്ചുപോയി. അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചുപോയി, ഒരു മാത്ര വെറുതെ നനച്ചുപോയി. വളരെ മനോഹരമായിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ONVയുടെ പ്രതിഭയും ദേവരാജൻ എന്ന കലഹപ്രിയനും കൂടെ ചേർന്നപ്പോൾ വളരെ മനോഹരമായ ഒരു ഗാനം തന്നെ പറന്നു. അത് മനോഹരമായി ആരോഗ്യം ചെയ്ത് വളരെ നന്ദി ഡോക്ടറെ. അടുത്ത ഡോക്ടർ വിജയകുമാർ. വിജയകുമാർ ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്യാമോ? നമസ്കാരം. നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 1900ാമത് എപ്പിസോഡാണ് ഇന്ന് നടക്കുന്നത്. അതൊരു വലിയ മൈൽ സ്റ്റോൺ ആണ്. അതിന് എല്ലാ അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാനൊരു പാട്ട് പാടാം.
അത് ജി ശങ്കരക്കുറുപ്പ് എഴുതിയ ഒരു പാട്ടാണ്. അദ്ദേഹം എഴുതിയിട്ട് ദക്ഷിണാമൂർത്തി സ്വാമി സംവിധാനം ചെയ്ത യേശുദാസ് പാടിയ അഭയം എന്ന സിനിമയിലെ ഒരു ഗാനമാണ്. ശ്രാന്തമംബരം നിദാഘോഷ്മള സ്വപ്നാക്രാന്തം താന്തമാരബ്ധക്ലേശം രോമന്തം മമ സ്വാന്തം ശ്രാന്തമംബരം ദൃപ്തസാഗര ഭവദ്രൂപദർശനാൽ അർത്ഥസുപ്തമെൻ ആത്മാവന്തലോചന തുറക്കുന്നു നീയപാരതയുടെ നീലഗംഭീരോത്ഥാല ഛായ എന്നാശ്ലേഷത്താ നിന്മനം ജൃംഭിക്കുന്നു ശ്രാന്തമംബരം ക്ഷുദ്രമാമിൻ കർണത്താൽ കേൾക്കുവാനാകാത്തൊരു ഭദ്രനിത്യതയുടെ മോഹനഗാനാലാപാൽ പുത്രസംസനല്ലോല കല്ലോലജാലം പൊക്കി രൗദ്രഭംഗിയിലാടി നിന്നിടും ഭുജംഗമേ വാനം തൻവിശാലമാം ശ്യാമവക്ഷത്തിൽ കൊത്തേറ്റാനന്ദമൂർച്ഛാദീനം അങ്ങനെ നിലകൊള്ളും തത്തുകൻ ആത്മാവിങ്കൽ കൊത്തുകൻ ഹൃദന്തത്തിൽ ഉത്തുംഗ ഫണാഗ്രത്തിൽ എന്നെയും വഹിച്ചാലും താങ്ക് യു. വളരെ മനോഹരമായിരിക്കുന്നു. ഹൃദയമായ ഡോക്ടറെ വളരെ നന്ദി, നന്നായിട്ട് പാടി. ഡോക്ടർ ഗോപകുമാർ. അൺമ്യൂട്ട് ചെയ്യണം. കേൾക്കാമോ? കേൾക്കാം. ഓക്കെ. EFPHന്റെ 1900 എപ്പിസോഡ്. എല്ലാ ആശംസകളും. ഒരു ഗാനം നിങ്ങൾക്കായി. MS ബാബുരാജ്, P ഭാസ്കരൻ, ദാസേട്ടന്റെ ഒരു ഗാനം. എല്ലാവരും കേട്ടിട്ടുള്ള ഗാനമാണ്. ഒരു പുഷ്പം മാത്രമെൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ. ഒരു ഗാനം മാത്രമെൻ ഹൃദയത്തിൽ സൂക്ഷിക്കാം, ഒടുവിൽ നീ എത്തുമ്പോൾ ചെവിയിൽ മൂളാം. ഒരു പുഷ്പം മാത്രമെൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ. ഒരു ഗാനം മാത്രമെൻ ഹൃദയത്തിൽ സൂക്ഷിക്കാം, ഒടുവിൽ നീ എത്തുമ്പോൾ ചെവിയിൽ മൂളാം. ഒരു മുറി മാത്രം തുറക്കാതെ വയ്ക്കാം ഞാൻ, ആദിഗൂഢമെന്നുള്ളിൽ
എന്നൂടെ ആരാമത്തിൽ ഒരു മുറി മാത്രം തുറക്കാതെ വയ്ക്കാം ഞാൻ അതിഗൂഢമെന്നൂടെ ആരാമത്തിൽ സ്വപ്നങ്ങൾ കണ്ടു സ്വപ്നങ്ങൾ കണ്ടു നിനക്കുറങ്ങിടുവാൻ പുഷ്പത്തിൻ തൽപ്പമന്നു ഞാൻ വിരിക്കാം ഒരു പുഷ്പം മാത്രമൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ മലർമണം മാഞ്ഞല്ലോ മറ്റുള്ളോർ പോയല്ലോ മലർമണം മാഞ്ഞല്ലോ മറ്റുള്ളോർ പോയല്ലോ മമ സഖി നീ എന്നോ വന്നു ചേരും മനതാരിൽ മാരിക്കാർ മൂടിക്കഴിഞ്ഞല്ലോ മമ സഖി നീ എന്നു വന്നു ചേരും ഒരു പുഷ്പം മാത്രമൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ ഒരു ഗാനം മാത്രമൻ ഹൃദയത്തിൽ സൂക്ഷിക്കാം ഒടുവിൽ നീ എത്തുമ്പോൾ ചെവിയിൽ താങ്ക് യു. സൂപ്പർ ആയിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട്. അപ്പൊ നമുക്ക് പരിപാടി അവസാനിപ്പിക്കാൻ സമയമായി. നമ്മളെ സമയതീരത്തിൽ ബന്ധിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിന് പുറത്തു പോകാൻ കഴിയില്ല. ഷൈല ഡോക്ടറെ നന്ദി പറയാൻ ക്ഷണിക്കുന്നു. ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്യണേ. താങ്ക് യു ഡോക്ടർ മനോജ്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPH 1896-97 എന്നൊക്കെ പറഞ്ഞിപ്പോ ഇന്ന് 1900 എപ്പിസോഡ് തികച്ചിരിക്കുകയാണ്. അതിന്റെ അത്യധികം സന്തോഷത്തിലാണ് ഞാനും ഉള്ളത്. ഈ സന്തോഷത്തിൽ പങ്കുചേരുവാനായി IFPH പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാവർക്കും നന്ദി പറയുക എന്നുള്ളതാണ് എൻ്റെ കടമ. ആദ്യമായി നമ്മുടെ ഹോമിയോപ്പതിയുടെ വടവൃക്ഷവും അതുപോലെ IFPHന്റെ നെടുന്തൂണുമായിട്ടുള്ള നമ്മുടെ ആദരണീയനായ പ്രസിഡന്റ് ഡോക്ടർ ഇസ്മായിൽ സേഠ് സാറായിരുന്നു ഇന്നത്തെ അധ്യക്ഷൻ. അദ്ദേഹത്തിന് വളരെ സ്നേഹപൂർവവും ആദരപൂർവവുമുള്ള നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ ഈ 1900 എപ്പിസോഡ് ഉദ്ഘാടനം ചെയ്യുവാനായി എത്തിയത് ശ്രീ ഇഗ്നേഷ്യസ് ഗോൺസാവൽ സാറാണ്. അദ്ദേഹം വളരെ ഹോമിയോപ്പതിയുമായിട്ട് അടുത്ത് ബന്ധമുള്ള വ്യക്തി കൂടിയാണ്. അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ഹോമിയോപ്പതിയെ കുറിച്ച് സംസാരിച്ചു. അതുപോലെ ബെർലിൻ മതിൽ പൊളിക്കുന്നതൊക്കെ കാണാൻ ശ്രമിക്കുകയും അവിടെയൊക്കെ എത്താൻ കഴിഞ്ഞ വ്യക്തി കൂടിയാണ്. അദ്ദേഹം ഇന്റഗ്രേറ്റഡ് മെഡിസിനെ കുറിച്ചാണ് ഇന്ന് വിരൽ ചൂണ്ടിയത്. വളരെ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു കാലം വരുമെന്ന് പ്രതീക്ഷിക്കാം. അദ്ദേഹത്തിന് നമ്മുടെ ഉദ്ഘാടകനായി കിട്ടിയ വളരെ അധികം സന്തോഷം ഉണ്ട്. അദ്ദേഹത്തിന് IFPHന്റെ പേരുള്ള ആദരപൂർവമായ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ നമ്മുടെ ദാസ് പാലേരി സാർ തികഞ്ഞ ഒരു ഹോമിയോപ്പതി സ്നേഹിയാണ് അദ്ദേഹം. അദ്ദേഹം നമുക്ക് പോലും ഹോമിയോപ്പതിയിൽ അറിയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് പറഞ്ഞത്. ഒരു ഹോമിയോപ്പതി ഡോക്ടറാണ് ഒരു ഗവേഷണം തന്നെ ആദ്യമായിട്ട് ആരംഭിച്ചത് എന്നുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹം വളരെ ആധികാരികമായി ഹോമിയോപ്പതിയെ അറിഞ്ഞ് സംസാരിച്ചു. അദ്ദേഹം നമ്മുടെ എല്ലാ പ്രോഗ്രാമിനും എത്താറുണ്ട്. അദ്ദേഹത്തിനെയും IFPHന്റെ പേരിലുള്ള സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തും. അതുപോലെ ഇന്ന് നമ്മുടെ ആശംസകൾ അറിയിക്കാൻ എത്തിയ ഡോക്ടർ നസിയ, എനിക്ക് നേരത്തെ പരിചയമുണ്ട് ഡോക്ടർ നസിയയെ. നസിയ കൊല്ലം ജില്ലയിൽ ജോലി ചെയ്യുമ്പോഴേ ഉപന്യാസ മത്സരത്തിലൊക്കെ 1ാം സമ്മാനം മേടിക്കുകയും അപ്പോഴേ ഞാനും അതിലൊക്കെ ഒന്ന് പങ്കെടുക്കുന്ന ആളായിരുന്നു.
നസിയ വന്നപ്പോൾ ഇനി നമ്മൾ മാറുന്നതാണ് നല്ലതെന്ന് തോന്നി. അന്ന് മുതലേ പ്രാഗൽഭ്യം തെളിയിച്ചുകൊണ്ടിരിക്കുന്ന നസിയ ഇപ്പോൾ ഭരണഭാഷാ പുരസ്കാരമൊക്കെ നേടിയെന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷം. അതുപോലെ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ എത്തി. അവരൊക്കെ യുവതലമുറയാണ്. IFPHന്റെ പ്ലാറ്റ്ഫോമിൽ ഇനിയും വരികയും IFPHനെ നയിക്കാനും ഒക്കെ മുന്നിൽ നിൽക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഇന്ന് എത്തിച്ചേർന്നതിൽ IFPHന്റെ പേരിലുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. കൂടാതെ ഇന്ന് നമ്മുടെ ഈ പ്രോഗ്രാമിന് ഔദ്യോഗികമായി സ്വാഗതം ആശംസിച്ചത് നമ്മുടെ ബഹുമാന്യനായ പരീത് ബാവഖാൻ സാറാണ്. അദ്ദേഹത്തിനെയും IFPHന്റെ പേരിലുള്ള ആദരപൂർവ്വമുള്ള നന്ദി അറിയിക്കുകയാണ്. പിന്നെ ഇന്ന് ഹോമിയോപ്പതി ഡോക്ടർമാർക്ക് ചികിത്സിക്കാൻ മാത്രമല്ല വളരെ നല്ല രീതിയിൽ പാട്ടുപാടാനും ഉള്ള കഴിവുണ്ടെന്ന് തെളിയിച്ച നമ്മുടെ റിട്ടയർഡ് ജില്ലാ മെഡിക്കൽ ഓഫീസർ അബ്ദുൽ ഗഫൂർ സാറ്, ഡോക്ടർ സുരേഷ്, ഡോക്ടർ വിജയകുമാർ ഡോക്ടർ, ഡോക്ടർ ഗോപകുമാർ എന്നിവർക്കെല്ലാം IFPHന്റെ പേരിലുള്ള സ്നേഹം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. ഇനിയും ഇങ്ങനെയുള്ള അവസരങ്ങളിൽ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടാതെ നമ്മുടെ മനോജ് ഡോക്ടർ വ്യത്യസ്തമായ ഓരോ പ്രോഗ്രാമുകൾ അറേഞ്ച് ചെയ്യുന്നതിൽ വളരെ പ്രത്യേകം ശ്രദ്ധ പതിപ്പിക്കുകയും നല്ല രീതിയിൽ മോഡറേറ്റ് ചെയ്യുകയും ചെയ്യുന്ന മനോജ് ഡോക്ടർക്കും IFPHന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ നമ്മുടെ ആദരണീയനായ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഷാജി കുടിയാട്ട് ഡോക്ടർ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധ നേടിയിരിക്കുകയാണ്. അദ്ദേഹത്തിനും IFPHന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. കൂടാതെ ഇന്ന് ഈ 1900 എപ്പിസോഡ് തികയ്ക്കാൻ വേണ്ടി ഇതിന്റെ അണിയറയിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർ ധനേഷ്, ഡോക്ടർ മനോജ്, ഡോക്ടർ ഹ്യൂബർട്ട്, ഡോക്ടർ അനിൽകുമാർ, ഡോക്ടർ ബിന്ദുരാജ്, ജിതി മനോജ്, കൂടാതെ നമ്മുടെ ഓഫീസ് സ്റ്റാഫായി പ്രവർത്തിക്കുന്ന സജിത്ത്, എല്ലാവർക്കും IFPHന്റെ പേരിലുള്ള ഹൃദയംഗമമായ നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്ന സ്നേഹനിധികളായ എല്ലാ ഹോമിയോപ്പതി സ്നേഹികൾക്കും ഡോക്ടർമാർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. സമയമാം നദി പിറകോട്ടൊഴുകി സംഭവമലരുകൾ വിരിഞ്ഞു വീണ്ടും. നാളെ അതിനുള്ള അവസരമാണ്, ശിശുദിനമാണ്. എല്ലാവർക്കും ശൈശവത്തിലേക്ക് തിരിഞ്ഞു നോക്കാനുള്ള അവസരമുണ്ട്. അപ്പോൾ പ്രത്യേക പരിപാടി എല്ലാവരും പങ്കെടുക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നാളെ ഇതേ സമയം വീണ്ടും കാണുന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ശുഭരാത്രി. നമസ്കാരം.